അങ്ങനെ എന്നാലും ഇന്ത്യക്ക് മറ്റൊരു ICC ട്രോഫിയും കൂടെ നേടിത്തരുന്ന ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറി. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുടക്കം അത്ര നല്ലതല്ലായിരുന്നു. 2024 ജൂൺ 29 മധുരത്തോടെ രോഹിത് ശർമ്മ തുടങ്ങി. എന്നാൽ അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിനോട് ODI സീരീസ് ജയിക്കുന്നത് വരെ രോഹിത് ശർമ്മയ്ക്ക് അത്ര മധുരകാലമൊന്നും ആയിരുന്നില്ല. 2024 ജൂൺ 29 നമ്മൾ T20 വേൾഡ് കപ്പ് നേടിയ ശേഷം നമ്മൾ പോകുന്നത് ശ്രീലങ്കയിലേക്കാണ്. ശ്രീലങ്കയിൽ പോയി 2 മത്സരവും തോൽക്കുന്ന ക്യാപ്റ്റനായി 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിൽ പരാജയപ്പെടുന്ന ഏക ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറി. നമ്മുടെ മുമ്പുള്ള ക്യാപ്റ്റന്മാരൊന്നും ശ്രീലങ്കയിൽ ഒരു ODI സീരീസ് 27 വർഷങ്ങൾക്ക് മുമ്പ് തോറ്റിട്ടില്ലായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഒരു ടീമും ഇന്ത്യയിൽ വെച്ച് വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. എന്നാൽ 2013 ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ട് നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ 1 മത്സരം ജയിക്കുകയും 2 മത്സരം ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് BGTയിലേക്ക് പോകുന്നു. ആദ്യത്തെ മത്സരം രോഹിത് ശർമ്മ ഇല്ലാതെ ബുംറ ജയിക്കുന്നു. പിന്നെ രോഹിത് ശർമ്മ കടന്നു വരുന്നു. രോഹിത് ശർമ്മ കടന്നു വന്ന 3 മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. അവസാനത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയെ പുറത്തിരുത്തി ഇന്ത്യ മത്സരിക്കാനിറങ്ങി. ബുംറയുടെ ഇഞ്ചുറിയിൽ ഇന്ത്യ അവിടെയും പരാജയപ്പെടുന്നു. പരാജിതരായി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. BGTയും കൈവിട്ട് പോയി. WTC ഫൈനലിലേക്കുള്ള പ്രതീക്ഷകളും അവിടെ അവസാനിച്ചു. രോഹിത് ശർമ്മയ്ക്കെതിരെ ക്രിട്ടിസൈസ് ഉയരുന്നു, വാദങ്ങൾ ഉയരുന്നു, ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നു. ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുന്നു, രോഹിത് ശർമ്മയുടെ തടിയെക്കുറിച്ച് സംസാരിക്കുന്നു. കമൻറ്റേറ്റർമാരും സുനിൽ ഗവാസ്കറും രവിശാസ്ത്രിയും അടക്കമുള്ളവർ സംസാരിക്കുന്നു. സുനിൽ ഗവാസ്കറിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട സാഹചര്യം രോഹിത് ശർമ്മയ്ക്ക് വരുന്നു BCCIയുടെ അടുത്ത്. അങ്ങനെ അത്ര മനോഹരമായിരുന്നില്ല രോഹിത് ശർമ്മയെ സംബന്ധിച്ചോളം 2024 ജൂൺ 29 ശേഷം. എന്നാൽ ഇംഗ്ലണ്ടുമായിട്ട് നടക്കുന്ന ODI സീരീസിൽ 100 അടിച്ച് രോഹിത് ശർമ്മ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. ശുഭ്മൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് തിരിച്ചു വരുന്നു. വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് തിരിച്ചു വരുന്നു. ശ്രേയസ് അയ്യറിൻ്റെ ബാറ്റിംഗ് കാണാനിടയായി തീർന്നു. വരുൺ ചക്രവർത്തി ODI സ്കോറിലേക്ക് ആഡ് ചെയ്യുന്നു. ഷമിയും ഭേദപ്പെട്ട സ്കോർ കാഴ്ചവെക്കുന്നു. എന്ന് തന്നെ ആയാലും ഭേദപ്പെട്ട ഇന്നിങ്സ് ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ചെയ്യാൻ കഴിയുന്നു. അതുതന്നെയായിരുന്നു ഇന്ത്യക്കൊരു പ്രതീക്ഷ. അത് 3 മത്സരങ്ങളും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഏകദേശം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള വരവറിയിച്ചു. അതുവരെ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിയുമോ, ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് അതുവരെ ആർക്കും പ്രതീക്ഷ. എന്നാൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതോടെ ഏകദേശം പ്രതീക്ഷ വന്നു. സെമിയിലേക്ക് ഏകദേശം ഈ ടീം കൺഫേം ആണെന്നുള്ള തീരുമാനം വന്നു. ഇന്ത്യ ദുബായിലേക്ക് പറക്കുന്നു. അവിടെ നടക്കുന്ന 3 ഗ്രൂപ്പ് മത്സരത്തിലും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ന്യൂസിലാൻഡിനെയും പരാജയപ്പെടുത്തി ടീം ഏകപക്ഷീയമായി 1ാമത് വരുന്നു. സെമിയിൽ വലിയ ചലഞ്ചൊന്നും തരാത്ത മൈറ്റി ആസ്ട്രേലിയയെ നമ്മൾ പറഞ്ഞയക്കുന്നു. ഹെഡേക്കിനെ വരുൺ ചക്രവർത്തി വിക്കറ്റ് എടുത്തതോടെ ആസ്ട്രേലിയ ഏകദേശം പ്രതിരോധത്തിലായി. വലിയ റണ്ണൊന്നും കണ്ടെത്താൻ കഴിയാതെ ഇന്ത്യ സ്കോർ ചേസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഫൈനൽ ചലഞ്ച് തന്നു. അത്ര ഈസി ആയിരുന്നില്ല ന്യൂസിലാൻഡ് സ്പിന്നർമാരെ നേരിടുന്ന കാര്യത്തിൽ. എന്നാൽ ഇന്ത്യ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ മത്സരം കൈവിട്ട് കളയരുത്, ഈ 2023 ODI വേൾഡ് കപ്പ് നമ്മൾ കൈവിട്ട് കളഞ്ഞു, അതുപോലെ ഈ മത്സരം കൈവിട്ട് കളയലെന്ന ദൃഢനിശ്ചയം 27 റൺസുമായി മുമ്പിൽ നിന്ന് നയിച്ചു. ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പല രീതിയിലും ന്യൂസിലാൻഡ് ബോളർമാർ സ്പിന്നർമാർ നമുക്ക് ചലഞ്ച് ചെയ്തു. ഇന്ത്യ റണ്ണ് കണ്ടെത്താൻ മിഡിൽ ഓവറിൽ പ്രയാസപ്പെട്ടു, സ്ട്രഗിൾ ചെയ്തു. എന്നാൽ രോഹിത് ശർമ്മയുടെ ഒരു ബാലൻസ് ഇന്നിങ്സ് 105 റൺസ് എന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, ഗില്ലുമായി ചേർന്നുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഇന്ത്യയെ ഏകദേശം വിജയത്തിലെത്തിച്ചു. ഇന്ത്യ എന്തായാലും 49ാമത്തെ ഓവറിൽ അനായാസമായിരുന്നില്ല, എന്തായാലും ഇന്ത്യ വിജയം നേടാൻ ഇടയായി തീർന്നു. 4 സ്പിന്നർമാരെ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. അത് ഗംഭീറിൻ്റെയും അതിനകത്ത് ഡിസിഷനുണ്ട്. വരുൺ ചക്രവർത്തിയെ കൂട്ടുള്ളൊരു സ്പിന്നറേയും അക്ഷർ റാണയെ കൂട്ടുള്ളൊരു ഫാസ്റ്റ് ബോളറേയും ടീമിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായും അത് ഗംഭീറിൻ്റെ റോള് നമുക്ക് മാറ്റിക്കളയാൻ കഴിയില്ല. എന്നാൽ രോഹിത് ശർമ്മയും ഗംഭീറും തമ്മിൽ അത്ര നല്ല പൊരുത്തത്തിലല്ല എന്നാണ് കേൾക്കാനിടയായി തീർന്നത്. എന്നാൽ ഈ വിജയത്തോടു കൂടി ആ ഒരു കയ്പ് മാറിക്കാണുമെന്ന് കരുതുന്നു. അങ്ങനെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കയ്പൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെയും തുടർന്നുള്ള മത്സരങ്ങളിലും ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കാൻ രോഹിത് ശർമ്മയ്ക്കാവട്ടെ. നല്ല ക്യാപ്റ്റൻസി, ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നതായാലും ബോളിംഗ് ചേഞ്ചസ് ആയാലും ഫീൽഡിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും
ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്കായി. അതുമാത്രമല്ല, രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ 180 റൺസ് രോഹിത് ശർമ്മയ്ക്ക് തൻ്റെ ബാറ്റ് കൊണ്ടെടുക്കാനായി. ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ 76 റൺസ് എന്ന നല്ല ഒരു സ്കോർ എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് ആയി. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം 188 റൺസ്. ഏകദേശം ബംഗ്ലാദേശ് നമുക്ക് ചലഞ്ച് തന്നു, പാകിസ്ഥാനും ചെറിയ ചലഞ്ച് തന്നു. ആ 2 മത്സരത്തിലും ഗില്ലിന് പെർഫോമൻസ് ചെയ്യാനായി. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നോക്കൗട്ട് മത്സരത്തിൽ ഗില്ലിൻ്റെ പെർഫോമൻസ് മോശമാകാറുള്ളതാണ്. എന്നാൽ ഇന്നലെ ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കളിച്ചു. എന്നാൽ ഫിലിപ്സിൻ്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്യാച്ചിൽ ഗില്ല് പുറത്താവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെതിരെ 100 എടുത്ത് 85 സംതിങ് റൺസ് എടുത്ത് ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യയെ സേഫായി ചേസിലേക്ക് കൊണ്ടെത്തിക്കാൻ വിരാട് കോഹ്ലിക്കുമായി. ശ്രേയസ് അയ്യർ ഈ ടൂർണമെൻറ്റിൽ 243 റൺസാണ് എടുത്തത്. നല്ല ഒരു ഇന്നിങ്സ് കളിച്ചെന്ന് പറയണം. എല്ലാ കളിയിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ ശ്രേയസ് അയ്യരായിരുന്നു എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ടീമിലെ നെടുന്തൂടെന്ന് പറയണം. വിരാട് കോഹ്ലിയും ഗില്ലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി എല്ലാം പരാജയപ്പെടുത്തിയെടുത്തും അയ്യർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനിടയായി തീർന്നു. 243 എന്ന റൺസ് അയ്യറിൻ്റെ ബാറ്റിൽ നിന്ന് വരാനിടയായി തീർന്നു. നല്ല ഒരു ഇന്നിങ്സ് ഇന്നലെ ആയാലും ആ 48 റൺസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഇന്നിങ്സ് ആയിരുന്നു. അവിടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ മറിച്ചൊരു സംഭവം നടന്നേനെ. എന്നാൽ ടീമിനെ ഭേദപ്പെട്ട നിലയിലേക്ക് വിജയത്തിലെ അരികിലേക്ക് കൊണ്ടെത്തിക്കാൻ അയ്യറിൻ്റെ ഉടനീളം ത്രൂ ഔട്ട് ഇന്നിങ്സിൽ നല്ലൊരു പെർഫോമൻസ് അയ്യർക്കും കാണിക്കാനിടയായി. KL രാഹുലിനെ സംബന്ധിച്ചോളം 140 റൺസാണ് എടുത്തത്. എന്നാൽ ക്രൂഷ്യൽ 6ാം നമ്പറായി വന്നു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തൻ്റെ വിക്കറ്റ് കളയാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ആസ്ട്രേലിയക്കെതിരെ ആയാലും ഇന്നലെ നടന്ന മത്സരത്തിലായാലും KL രാഹുലിനായെന്ന് പറയണം. നല്ലൊരു പെർഫോമൻസ് KL രാഹുലിനെ കാഴ്ചവെച്ചു. എന്നാൽ കീപ്പർ എന്ന രീതിയിൽ ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ ക്യാച്ചൊക്കെ കളയുന്നതായിട്ട് കണ്ടു. എന്നാൽ അവസാനത്തെ സെമിയിലും ഫൈനലിലും KL രാഹുൽ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നതായിട്ട് കണ്ടില്ല. നല്ലൊരു കീപ്പിങ്ങും ബാറ്റിങ്ങും ചെയ്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനായി. പിന്നെ പരിശോധിക്കേണ്ടത് അക്ഷർ പട്ടേലാണ്. അക്ഷർ പട്ടേലിനെ സംബന്ധിച്ചോളം 109 റൺസ് ബാറ്റ് കൊണ്ടും 5 വിക്കറ്റ് ബോൾ കൊണ്ടും നേടി. 5ാം നമ്പർ ബാറ്റർക്ക് പറ്റിയ രീതിയിൽ ടീമിനെ വലിയ ചലഞ്ചൊന്നും കൂടാതെ 40+, 20+, 30+ റൺസൊക്കെ എടുത്ത് ടീമിനെ ഭേദപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ അക്ഷർ പട്ടേലിക്കുമായി. പിന്നെ ഹാർദിക് പാണ്ഡ്യ 99 റൺസും 4 വിക്കറ്റും എടുത്തു. എല്ലാ കളിയിലും 30-40 റൺസൊക്കെ എടുത്ത് ടീമിനെ ഫിനിഷിങ്ങിലോട്ട് കൊണ്ടെത്താൻ വലിയ ടെൻഷനൊന്നും കൂടാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്കുമായി. ജഡേജ ബാറ്റ് കൊണ്ട് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിങ്ങനെ കളിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല ബാറ്റ് കൊണ്ട് അധികം. 27 റൺസും 5 വിക്കറ്റും എടുത്തു. ബോളിങ്ങിൽ സൂപ്പർ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പല ഇമ്പോർട്ടൻ്റ് വിക്കറ്റുകളും ജഡേജയ്ക്ക് എടുക്കാനായി 5 വിക്കറ്റ് ഈ സീരീസിൽ ഉടനീളം എടുക്കാൻ കഴിയും. ഷാമിയെ സംബന്ധിച്ചോളം 9 വിക്കറ്റ് എടുക്കാൻ ഇടയായി. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഷാമിക്കായി. ഉടനീളം എല്ലാ മത്സരങ്ങളിലും ഭേദപ്പെട്ട രീതിയിൽ വിക്കറ്റ് എടുക്കുവാൻ മിഡിൽ ഓവറിലായാലും ഓപ്പണിങ്ങിലായാലും ബ്രേക്ക് ത്രൂ കൊണ്ടുവരുവാൻ ഷാമിക്കായി. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചോളം 9 വിക്കറ്റ്. 3 മത്സരമേ വരുൺ ചക്രവർത്തി കളിച്ചുള്ളൂ. ആ 3 മത്സരത്തിലും ഇമ്പാക്റ്റ് പ്ലെയറായി മാറുവാൻ വരുൺ ചക്രവർത്തിക്കായി 9 വിക്കറ്റ് എടുത്തു. എല്ലാ മത്സരങ്ങളും കളിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിട്ട് വരുൺ ചക്രവർത്തി മാറിയേനെ. സൂപ്പർ. 2021 1 വിക്കറ്റ് പോലും എടുക്കാതെ ദുബായിൽ നിന്ന് മടങ്ങിയ വരുൺ ചക്രവർത്തി വെറും 3 മത്സരങ്ങൾ കളിച്ചിട്ട് 9 വിക്കറ്റ് എടുത്തുവെങ്കിൽ അത് അഭിമാനകരമായ നിമിഷം തന്നെയാണ് വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചുള്ളതും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും. 33 വയസ്സുകാരനായ വരുൺ ചക്രവർത്തിക്ക് ഇനിയും അടുത്തൊരു വേൾഡ് കപ്പ് വരെ ടീമിനെ ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ. പിന്നെ നോക്കുകയാണെങ്കിൽ കുൽദീപ് യാദവ് 7 വിക്കറ്റാണ് എടുത്തത്. പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നും കുൽദീപ് യാദവിന് വിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പേര് ദോഷം ഇന്നലെ കുൽദീപ് യാദവ് രച്ചിൻ രവീന്ദ്രയെ പവലിലേക്ക് മടക്കുന്ന ഒരു ഗൂഗിളി എറിഞ്ഞ് വില്യംസനെയും മടക്കുമ്പോഴത്തേന് ഇന്ത്യക്ക് അതിൽ പരം സന്തോഷം ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയണം.
ആ ഇമ്പോർട്ടൻ്റ് 2 വിക്കറ്റ്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 270 280 റൺസ് അവർ രണ്ടുപേരും സീരീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ടീമിന് എടുക്കാൻ കഴിഞ്ഞേനെ. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ശുഭകരമായ വാർത്തയായിരിക്കത്തില്ലായിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആ 2 വിക്കറ്റ് കുൽദീപിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് വിക്കറ്റ് ആയിരുന്നു. പിന്നെ നോക്കുമെങ്കിൽ ഹർഷിത് റാണ ആദ്യത്തെ 2 മത്സരമേ കളിച്ചുള്ളൂ എങ്കിൽ 4 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. ഒരു ഇമ്പാക്റ്റ് ബോളറാണ് ഹർഷിത് റാണയും. എല്ലാം ത്രൂ ഔട്ട് നോക്കുവാണെങ്കിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും പെർഫോമൻസ് കാണിച്ചു. എന്നാൽ ഈ പ്രാവശ്യത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയണം. ഫൈനൽ 4 ക്യാച്ച് കളയുന്ന ഒരു ടീമായിട്ട് മാറി. അതുപോലെ തന്നെ ത്രൂ ഔട്ട് സീരീസിൽ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു ഫീൽഡിങ്ങിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം. അത് ഇന്ത്യൻ ടീമും മാനേജ്മെൻറ്റും വിലയിരുത്തട്ടെ. ടീമിനെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുവാൻ ഇന്ത്യയുടെ ഫീൽഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ദിലീപിനും ടീം മാനേജ്മെൻറ്റിനും ആവട്ടെ. എന്നാലും രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ത്യക്ക് എന്നാലും 2ാമത്തെ ഒരു കിരീടം സ്വന്തമാക്കി. അത് എല്ലാ വിമർശകർക്കും രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും മറുപടി കൊടുത്തു. എന്തായാലും രോഹിത് ശർമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ഉടനെ ഒന്നും റിട്ടയർ ചെയ്യുന്നില്ലെന്നുള്ള ഒരു സൂചനയും എല്ലാവർക്കും കൊടുത്തു.